ഒരു കമ്പനി അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് അതിനെ നശിപ്പിച്ചിട്ട് മറ്റൊരു പ്രൊഡക്റ്റ് അവതരിപ്പിക്കുക. അങ്ങനെ ആരെങ്കിലും ധൈര്യം കാണിക്കുമോ? അതെ, നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ഒരു ധൈര്യം കാണിച്ചു, അതിൽ വിജയിക്കുകയും ചെയ്തു. നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയത് DVD റെൻ്റൽ എന്ന രീതിയിലായിരുന്നു. ആളുകൾക്ക് DVD റെൻ്റൽ കൊടുക്കുന്നു, അവർ കാണുന്നു, തിരിച്ചേൽപ്പിക്കുന്നു. നല്ല പ്രോഫിറ്റ് മാർജിൻ, സൂപ്പർ ഹിറ്റ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഹാപ്പി. എന്നാൽ 2005 നെറ്റ്ഫ്ലിക്സ് തിരിച്ചറിയുന്നു, ഇന്റർനെറ്റിന് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു, സ്ട്രീമിംഗ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നെറ്റ്ഫ്ലിക്സ് മനസ്സിലാക്കി. ഫ്യൂച്ചർ DVDകൾക്കല്ല എന്ന് നെറ്റ്ഫ്ലിക്സ് മനസ്സിലാക്കുന്നു. പക്ഷേ അവരുടെ റവന്യൂ മോഡൽ ഇപ്പോൾ DVD ആണ്. അതിൽ നിന്നാണ് ലാഭം നിൽക്കുന്നത്, അതിൽ നിന്നാണ് ഇപ്പോൾ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ഉപേക്ഷിക്കുമെന്നൊരു ചിന്ത അവരിലേക്ക് വന്നു. അവിടെ നിന്ന് ആരും ധൈര്യം കാണിക്കാത്ത തീരുമാനമാണ് നെറ്റ്ഫ്ലിക്സ് എടുത്തത്. സ്വന്തം ബിസിനസ്, നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് മറ്റൊരു വേ അവർ ആരംഭിച്ചു. അങ്ങനെ സ്ട്രീമിംഗ് ആരംഭിക്കുകയും പിന്നീട് അങ്ങോട്ട് നെറ്റ്ഫ്ലിക്സ് വളർന്ന് ഈ മേഖലയിലെ ജയൻ്റായി അവർ മാറുകയുണ്ടായി. നെറ്റ്ഫ്ലിക്സിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന് നിലനിൽക്കുന്ന ബിസിനസ് ഒരുപക്ഷെ നാളെ ഉണ്ടായിക്കോണമെന്നില്ല. അതുകൊണ്ട് ഫ്യൂച്ചർ കൂടി പ്ലാൻ ചെയ്ത് വേണം നമ്മുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.